മഞ്ചേരി മെഡിക്കൽ കോളേജിനെതിരായ ചികിത്സാ പിഴവ് ആരോപണം നിഷേധിച്ച് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്. സംഭവത്തിൽ റിപ്പോർട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കൈമാറി. വലത്തെ ഇടിപ്പിലാണ് ശസ്ത്രക്രിയ നടത്തിയതെന്നും ശസ്ത്രക്രിയ നടത്തേണ്ട ആവശ്യകതയും ഭവിഷ്യത്തും ബന്ധുക്കളോട് പറഞ്ഞിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ICUവിൽ 3 മണിക്കൂർ നിരീക്ഷണം കഴിഞ്ഞ ശേഷമാണ് രോഗിയെ റൂമിലേക്ക് മാറ്റിയത്. മനഃപൂർവ്വം പിഴവ് സംഭവിച്ചിട്ടില്ലെന്നും സൂപ്രണ്ട് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. നിലമ്പൂർ ചുങ്കത്തറ സ്വദേശിനി പാർവതിയാണ് ചികിത്സാ പിഴവ് ആരോപിച്ച് പരാതി നൽകിയത്. ശസ്ത്രക്രിയയ്ക്കിടെ കാലിലെ ഞരമ്പ് മുറിഞ്ഞെന്നാണ് പരാതി. മെയ് 12-നാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ നടന്നത്. കാലുവേദനയെ തുടർന്നാണ് പാർവതി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഗുരുതരാവസ്ഥയിലായ വയോധികയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് രക്തക്കുഴലിലെ 1-ലേറെ ഞരമ്പുകൾ മുറിഞ്ഞെന്ന് കണ്ടെത്തിയത്. എന്നാലും മഞ്ചേരി മെഡിക്കൽ കോളേജിനെതിരായ ചികിത്സാ പിഴവ് ആരോപണം ഇപ്പോൾ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പൂർണ്ണമായും നിഷേധിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. സംഭവത്തിൽ റിപ്പോർട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും കൈമാറിയിട്ടുണ്ട്. വലത്തെ ഇടിപ്പലിനാണ് ശസ്ത്രക്രിയ നടത്തിയതെന്നും ശസ്ത്രക്രിയ നടത്തേണ്ട ആവശ്യകതയും ഇതിന്റെ ഭവിഷ്യത്തും ബന്ധുക്കളോട് പറഞ്ഞിരുന്നുവെന്നുമാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ICUവിൽ 3 മണിക്കൂർ നിരീക്ഷണം കഴിഞ്ഞ ശേഷമാണ് രോഗിയെ റൂമിലേക്ക് മാറ്റിയത്. മനഃപൂർവ്വം പിഴവ് സംഭവിച്ചിട്ടില്ല എന്നും സൂപ്രണ്ട് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. നിലമ്പൂർ ചുങ്കത്തറ സ്വദേശിനിയായ പാർവതിയാണ് ഇത്തരത്തിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിനെതിരെ ചികിത്സാ പിഴവ് ആരോപണം ഉന്നയിച്ചത്. ശസ്ത്രക്രിയയ്ക്കിടെ കാലിലെ ഞരമ്പ് മുറിഞ്ഞെന്നാണ് പരാതി ഉയരുന്നത്. മെയ് 12-നാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പാർവതിയുടെ ശസ്ത്രക്രിയ നടന്നത്. കാലുവേദനയെ തുടർന്നാണ് പാർവതി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഗുരുതരാവസ്ഥയിലായ വയോധികയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് രക്തക്കുഴലിലെ 1-ലേറെ ഞരമ്പുകൾ മുറിഞ്ഞെന്ന് കണ്ടെത്തിയത്. ഏതായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ ഈ ഒരു ആരോപണം പൂർണ്ണമായും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് തള്ളുന്ന ഒരു സാഹചര്യമാണുള്ളത്.